Hi dear students, welcome back to online class. അപ്പോൾ നമ്മൾ പൈത്തണിൻ്റെ കുറേ കാര്യങ്ങൾ അല്ലേ, ഒരുപാട് ഡാറ്റ ടൈപ്സ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ അതിൽ മുമ്പേ പഠിച്ചിട്ടുള്ള ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഇഫ്, എൽസ് ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കാനുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് തന്നെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതിനെപ്പറ്റിയൊക്കെ ധാരണ ഉണ്ടാവുമെന്ന് വിചാരിക്കുവാണേ. സോ നമുക്ക് എന്താണ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് എഗെയിൻ നമുക്ക് പൈത്തൺ ഇൻ്റർപ്രിറ്ററിൽ അല്ല പൈത്തണിലേക്ക് പോയിക്കൊണ്ട് നമുക്ക് പ്രോഗ്രാം ചെയ്തുകൊണ്ട് കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കാം. അപ്പം ഇവിടെ ഫങ്ഷൻ നമ്മൾ എന്താണ് പൈത്തൺ നമ്മൾ ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അത് നമ്മൾ ഇപ്പോൾ നമ്മളിവിടെ എല്ലാ ചെയ്യുന്ന പ്രോഗ്രാംസും ചെറിയ പ്രോഗ്രാംസ് മാത്രമാണ് അല്ലേ. ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം, അല്ലെങ്കിൽ ഈവൻ നമ്പർ പ്രിന്റ് ചെയ്യുന്ന പ്രോഗ്രാം, അങ്ങനെ ജസ്റ്റ് എ ഫ്യൂ ലൈൻസ് ഓഫ് കോഡ്സ് മാത്രമുള്ള പ്രോഗ്രാംസുമാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. പക്ഷേ വലിയ പ്രോഗ്രാമുകളിൽ നമുക്ക് ചിലപ്പോൾ ഒരുപാട് വേരിയബിൾസ് യൂസ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അല്ലേ. അതുപോലെ തന്നെ ചില പെർട്ടിക്കുലർ കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഫാക്ടോറിയൽ കാണേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകം വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടാവും പ്രോഗ്രാമിൽ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യുന്ന ഒരു ചെറിയ ലോജിക് യൂണിറ്റ്, നമ്മുടെ വലിയ ആ ഒരു സെറ്റ് ഓഫ് കോഡിൽ ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യുന്ന ഒരു ചെറിയ സെറ്റ് ഓഫ് കോഡാണ് നമ്മളുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് നമുക്ക് ഡിഫൈൻ ചെയ്യാനൊക്കെ പ്രത്യേക രീതികൾ എന്തിലുണ്ട്, പൈത്തണിലുണ്ട്. ഓക്കെ, സോ എ ഫങ്ഷൻ, you can see here, a function is generally an isolated unit of code that has a name and does a well-defined job. എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ DEF, ഓക്കെ, ആ ഒരു കീവേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഫങ്ഷൻസിനെ ഡിഫൈൻ ചെയ്യാറ്. അതും നിങ്ങൾക്ക് എന്താണ് ഒരു വേരിയബിൾ അല്ല മോർ ദാൻ വൺ വേരിയബിളിന്റെ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് മറക്കരുത്, ഇവിടെ കാണാൻ പറ്റും DEF. ഓക്കെ, ഡിഫ്, ഈ കീവേഡാണ് നമ്മൾ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വേരിയബിളോ അല്ല മോർ വേരിയബിളോ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫങ്ഷനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണമെങ്കിൽ പ്രോഗ്രാം ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കൂടുതൽ ഭംഗിയിലും ആഴത്തിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് അങ്ങനെയാണ് പൈത്തണിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ സിംപിളി മനസ്സിലാക്കുക, വലിയൊരു സെറ്റ് ഓഫ് പ്രോഗ്രാമിൽ അല്ല കോഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞു നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഒരു വെൽ ഡിഫൈൻഡ് ജോബ് അതിനുണ്ട് ആ സെറ്റ് ഓഫ് കോഡിന്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, ആ സെറ്റ് ഓഫ് കോഡിന് നമ്മൾ ആ ലാർജ് പ്രോഗ്രാമിന്റെ എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് റീകോൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തന്നായിരുന്നു, സിമ്പിൾ കാൽക്കുലേറ്റർ. അത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാമായിരുന്നു, ഇതൊക്കെ അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ സിമ്പിൾ കാൽക്കുലേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഒന്നും ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എങ്കിലും നമുക്ക് വേണം എന്ത് ചെയ്യായിരുന്നു, ഒരു ഫംഗ്ഷൻ, അഡീഷന് വേണ്ടി ഒരു ഫംഗ്ഷൻ വിത്ത് 2 വേരിയബിൾ, അതുപോലെ സബ്സ്ട്രാക്ഷന് മറ്റൊരു ഫംഗ്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒരു ഫംഗ്ഷൻ, ഡിവിഷനും മറ്റൊരു ഫംഗ്ഷൻ, അല്ലെ 4 ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണോ കാണേണ്ടത് ആ സമയത്ത് ഏത് വർക്കാണോ ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ കോൾ ചെയ്യുക. ഓക്കെ, അപ്പം ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ മൊത്തം പ്രോഗ്രാമിലെ ചെറിയൊരു വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു യൂണിറ്റ് അല്ലേ, നമ്മുടെ പ്രോഗ്രാമിലെ ഒരു ചെറിയ യൂണിറ്റ്, അതാണ് ഫംഗ്ഷൻ. ക്ലിയർ അല്ലേ? ഡിഫൈൻ ചെയ്യുന്നത് DEF എന്നുള്ള കീവേഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. റൈറ്റ്, സോ വി ക്യാൻ മൂവ് ഓൺ ടു ദി പ്രോഗ്രാം. ഓക്കെ ഡിയർ ആൾ, അപ്പോൾ നമ്മൾ എന്തെടുത്തിട്ടുണ്ട്, പൈത്തൺ എടുക്കുന്ന കാണിക്കൂലേ, നമുക്ക് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതിൽ നിന്നും ഒരു പുതിയൊരു ഫയൽ എടുത്തു. ഓക്കെ, ഫയൽ മോഡാണിത്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ള അത്രയും കോഡ് ടൈപ്പ് ചെയ്യാം. അപ്പം ഞാനൊരു ഹെഡിങ് ആദ്യം കൊടുക്കുന്നു. എന്താ ഹെഡിങ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ. ഓക്കെ, ഫങ്ഷൻ.
ഞാൻ എന്താണ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ക്യൂബ് കാണുവാണ്. ഓക്കെ, ഒരു ഫംഗ്ഷൻ എന്താണ് കാണുന്നത്? ക്യൂബ്. ഓഫ് എ നമ്പർ. ഓക്കെ, റൈറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതായത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണേ എൻ്റെ പ്രോഗ്രാം. ഒരു നമ്പർ ഞാൻ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് ചെയ്യും. അപ്പോൾ ഒരു നമ്പർ നിങ്ങൾ ഇൻപുട്ടായിട്ട് റീഡ് ചെയ്യണം. അതിനെന്താണ് പൈത്തണിൽ നമ്മൾ ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. ഇൻപുട്ട് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്യും, അല്ലേ? അപ്പോൾ ആ ഇൻപുട്ട് ചെയ്യുന്ന നമ്പറിൻ്റെ ക്യൂബ് കാണണം. ഇപ്പം 2 ആണെങ്കിൽ 2⁻3, 4 ആണെങ്കിൽ 4⁻3. ഓക്കെ, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഞാനിവിടെ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതൊന്നും കാണാൻ, ക്യൂബ് കാണാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ പോലെ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്കിവിടെ വലിയ പ്രോഗ്രാം എഴുതിയിട്ട് ഫംഗ്ഷനെ നിങ്ങൾക്ക് പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു എന്താ പറയുക, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാനും പ്രയാസമായിരിക്കും. വലിയ സെറ്റ് ഓഫ് പ്രോഗ്രാം എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിൽ ഫംഗ്ഷനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തെന്നാൽ അത് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായ പ്രോഗ്രാമാണ്. ഇവിടെ നിങ്ങൾക്ക് ഫംഗ്ഷൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കാം. ബട്ട് നമ്മളിത് പഠിക്കാൻ വേണ്ടി ചെയ്യുന്നത് കൊണ്ട് തൽക്കാലം ചെറിയ പ്രോഗ്രാംസ് ആണ് പഠിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊരു ഇൻപുട്ട് എടുക്കും കീബോർഡിൽ നിന്ന്, ഒരു നമ്പറാണ്, ഇൻറ്റീജറാണ്, അതിൻ്റെ ക്യൂബ് കാണുന്നു. ഓക്കെ, സിമ്പിൾ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു നമ്പർ റീഡ് ചെയ്യണമല്ലോ, അല്ലേ? അതിന് വേണ്ടിയിട്ട് ഞാൻ എ എന്ന് പറയുന്ന വേരിയബിളിലാണ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, എ = ഇൻറ്റീജറായിട്ട് റീഡ് ചെയ്യണം. ഓക്കെ, ഇൻപുട്ട്, ഈ സിൻടാക്സ് ഒക്കെ ഓർമ്മ ഉണ്ടാന്ന് വിചാരിക്കുവാണേ. എൻ്റർ ദി നമ്പർ. ഓക്കെ, എൻ്റർ ദി നമ്പർ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ എയിലേക്ക് ആ വാല്യൂ നമ്മൾ റീഡ് ചെയ്തു. ഇനി അത് കാണാൻ വേണ്ടിയിട്ട് ഫംഗ്ഷന് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. എന്ത് കാണാൻ വേണ്ടിയിട്ട്? ക്യൂബ് കാണാൻ വേണ്ടിയിട്ട്. ക്ലിയർ? ഇനി എങ്ങനെയാ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടത് നോക്കിക്കോളൂ. DEF. അപ്പൊ തന്നെ കളർ മാറി. കണ്ടോ നിങ്ങൾ? ആ DEF എന്ന് പറയുന്നത് കീവേഡാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള കീവേഡാണ്? യെസ്, എന്ത് കാണാൻ വേണ്ടിയിട്ട്, എന്ത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീവേഡാണ്. ഓക്കെ, റൈറ്റ്. സ്പേസ് ഇടുന്നു. ഇനി നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ ഒരു പേര് കൊടുക്കണം. ഓക്കെ, ഞാൻ നേരത്തെ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു പേര് നമ്മൾ കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ എന്താണ് CB, കുഴപ്പമുണ്ടോ? ക്യൂബ് കാണുന്നല്ലേ? അപ്പോൾ CB ഓഫ്, ഞാൻ ഉപയോഗിക്കുന്ന വേരിയബിൾ X ആണ്. CB ഓഫ് X. നിങ്ങൾക്ക് F(x), അല്ലെ DF(x), അല്ലെ G(x), H(x), X തന്നെ ആവണമെന്നില്ല, F(a), F(c), അങ്ങനെ എന്ത് ഉപയോഗിക്കാം. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങൾ ഫംഗ്ഷന്റെ പേര് എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? CB എന്നാണ്. കാണാൻ പറ്റും, ഇതാ ഫംഗ്ഷന്റെ പേര് CB എന്നാണ്. സിംഗിൾ വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. കാരണം ഞാനിവിടെ ഒരു നമ്പറിന്റെ ക്യൂബാണ് കാണുന്നത്. അപ്പോൾ ഒറ്റ വേരിയബിൾ എനിക്ക് ആവശ്യമുള്ളൂ, X. ഓക്കെ, ഇപ്പൊ മൾട്ടി വേരിയബിൾ ആണ്, 2 വേരിയബിൾ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? X, Y എന്നും കൂടെ ടൈപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, 2 വേരിയബിൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ എനിക്ക് തൽക്കാലം ഒന്നേ വേണ്ടു. അതുകൊണ്ട് CB ഓഫ് X : എൻ്റർ അടിക്കുക. എന്താണ് CB എന്ന് പറയുന്ന ഫംഗ്ഷൻ? ക്യൂബ് കാണുന്ന ഫംഗ്ഷനാണ്. ക്യൂബ് എങ്ങനെയാ കാണുക? യെസ്, അത് നമ്മൾ റിട്ടേൺ എന്ന് പറഞ്ഞ ഒരു കീവേഡിലാണ് ചെയ്യുന്നത്. നോക്കുക, അതിന്റെ കളർ മാറി. RETURN, റിട്ടേൺ. CB എന്ന് പറയുന്ന ഫംഗ്ഷന് നിങ്ങൾ കോൾ ചെയ്താൽ, നിങ്ങൾ ഈ പ്രോഗ്രാമിന്റെ എവിടെയെങ്കിലും നിങ്ങൾ റീകോൾ ചെയ്താൽ അതെന്ത് റിട്ടേൺ ചെയ്യണം? ക്യൂബ് റിട്ടേൺ ചെയ്യണം, അല്ലേ? എങ്ങനെ ക്യൂബ് കാണുക? യെസ്, ഇവിടെ നമ്മൾ CB ഡിഫൈൻ ചെയ്തിരിക്കുന്ന വേരിയബിൾ ഏത് വേരിയബിളാണ്? Xലാണ്. അപ്പൊ റിട്ടേണിൽ Xൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. Xന്റെ ക്യൂബാണ്. അതെങ്ങനെയാ ചെയ്യുക? X, ഇത് ഒരു സ്റ്റാർ ഇട്ടാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് അർത്ഥം. X ഇൻറ്റു എന്നാണ് അർത്ഥം. 2 സ്റ്റാർ ഇട്ടാൽ റേസ്ഡ്, അതായത് മേലെ. ഓക്കെ, റേസ്ഡ് ടു, X റേസ് ടു എത്ര? ക്യൂബ് അല്ലേ? ക്യൂബ് എന്ന് വെച്ചാൽ 3. ഈ അർത്ഥം എന്താ? X റേസ് ടു 3. ഇവിടെ 4 അടിച്ചാൽ X റേസ് ടു 4. 2 അടിച്ചാൽ X റേസ് ടു 2. നമുക്ക് ക്യൂബ് ആയതുകൊണ്ട് X റേസ് ടു 3. ഓക്കെ, ക്ലിയർ അല്ലേ?
ഫൈൻ, എൻ്റർ അടിക്കുക. ഇപ്പോൾ കേഴ്സർ വന്നിരിക്കുന്നത് ഡീന് നേരെ താഴെ, അതായത് ഈ ഫംഗ്ഷന് പുറത്ത് ചാടി. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ഒരു സ്മോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ആ ഫംഗ്ഷന്റെ പേര് ഞാൻ കൊടുത്തിരിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കൊടുക്കാം, CB എന്നാണ്. ഓക്കെ, ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾ സിംഗിൾ വേരിയബിൾ ആണ്, അതേതാണ്, X ആണ്. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ പ്രിന്റ് ചെയ്യാണ്, റിസൾട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റ് എന്താ പ്രിന്റ് ചെയ്യിക്കുന്നത് പറഞ്ഞാൽ എൻ്റെ ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്യുവാണ്. ഓക്കെ, ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടത് ഫംഗ്ഷന്റെ പേര് നെയിം ഉപയോഗിച്ചുകൊണ്ടാണ്. എൻ്റെ ഫംഗ്ഷൻ ഏതാ, CB ആണ്. CB ഓഫ്, ഞാനവിടെ എക്സിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഡസൻറ്റ് മാറ്റർ, ആ എക്സ് നമ്മൾ ഈ പ്രോഗ്രാമിൽ എവിടെയും നമ്മൾ എന്താ പറയുക ഇടങ്ങാറാക്കാൻ വരുമല്ല. ഓക്കെ, അതവിടെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഇൻപുട്ട് വാല്യൂ റീഡ് ചെയ്തിരിക്കുന്നത് ഏത് വേരിയബിളിലേക്കാണ്, എയിലേക്കാണ്. അപ്പോൾ എയിലാണ് ഞാൻ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് ചെയ്തിരിക്കുന്ന നമ്പർ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ 5 ഇൻപുട്ട് ചെയ്താൽ അത് ഏതിലാണ് സ്റ്റോർ ചെയ്ത, എയിലല്ലേ. അപ്പോൾ 5ന്റെ ക്യൂബ് കാണണമെങ്കിൽ CB ഓഫ് എന്താ വേണ്ടത്, A എന്നാ വേണ്ടത്. ഓക്കെ, ക്ലിയർ? യെസ്, പ്രിന്റ് CB ഓഫ് A. നമുക്ക് എന്ത് ചെയ്യാം, ഇത് സേവ് അടിക്കാം. Ctrl+S അടിച്ചാൽ സേവ് ആണേ. എന്താണിത്, ഫംഗ്ഷൻ CB എന്ന് കൊടുക്കാം. ഓക്കെ, .py FNCB എന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, .py വെച്ച് സേവ് ചെയ്യണം. സേവ്. ഇനി F5 അടിച്ചാൽ റൺ ചെയ്യും. എൻ്റർ ദി നമ്പർ, ഞാൻ 5 എന്ന് ഇൻപുട്ട് ചെയ്യുന്നു. 5ന്റെ ക്യൂബ് 125 ആണ്. വി നോ ദാറ്റ്. യെസ്, യു ഗെറ്റ് ദി റിസൾട്ട് 125. സീ ദാറ്റ്, കാണുന്നില്ലേ? ഓക്കെ, ഇവിടെ പ്രോഗ്രാം അടിയിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് യു ക്യാൻ സീ ദി പ്രോഗ്രാം റൈറ്റ് ഹിയർ. ക്ലിയർ? ഓക്കെ, കാണുന്നില്ലേ? അപ്പോൾ 5ന്റെ ക്യൂബ് 125 ആണ്. ക്ലിയർ അല്ലേ? ഇനി ഇത് നിങ്ങൾക്ക് ക്യൂബാന്ന് ഇവിടെ റിസൾട്ടിൽ ഇവിടെ 125 എന്ന് മാത്രമേ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. അതിന് നമുക്കൊന്ന് വ്യക്തമായി ഒരു റിസൾട്ട് പോലെ കിട്ടാൻ അതിനൊന്ന് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ A, ഞാൻ കോഡിൽ മാറ്റം വരുന്നേക്കോളെ. raised to equal to കോമ. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, സ്ട്രിംഗ് ആണ്. റേസ്ഡ് ടു 3 ഈക്വൽ ടു. ഓക്കെ, ഈ A എന്ന് പറയുന്നത് വേരിയബിൾ, Aയിൽ 5 ആണ്. 5 റേസ്ഡ് ടു 3 ഈക്വൽ ടു CB ഓഫ് A. അതായത് CB എന്ന ഫംഗ്ഷനിൽ എയുടെ വാല്യൂ 5 ആണ്. 5 കൊടുത്തിട്ടുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഒന്നുകൂടെ വൃത്തിയിൽ കിട്ടും. രസം അങ്ങനെ വേറൊന്നുമില്ല. നമ്മൾ Ctrl+S അടിച്ച് സേവ് അടിക്കുന്നു, F5 അടിക്കുന്നു. എൻ്റർ ദി നമ്പർ, 5 അടിക്കട്ടെ. യെസ്, 5 റേസ്ഡ് ടു 3 ഈക്വൽ ടു 125. ഓക്കെ, ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ആ പ്രിന്റ് ചെയ്യുന്നതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്തു. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, ക്ലിയർ? നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ എക്സിന് പകരം നിങ്ങൾക്ക് വേറെ വേരിയബിൾ ഇപ്പോൾ y ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ റിട്ടേണിൽ അവിടെ ജസ്റ്റ് y³ എന്നാക്കണം. ഓക്കെ, അത് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ എവിടെയും ബാധിക്കാൻ പോകുന്നില്ല. നോക്കിക്കോളെ, ഞാൻ Ctrl+S അടിക്കുന്നു, F5 അടിക്കുന്നു. എൻ്റെ നമ്പർ 4 അടിക്കാം. 4ന്റെ ക്യൂബ് എത്രയാ, 64 ആണ്. 4 റേസ് ടു 3 ഈക്വൽ ടു 64. കറക്റ്റ് അല്ലേ? ഇതാ പ്രോഗ്രാം, ഇതാ വീഡിയോ, ഇതാ ഒരു എററും കാണിച്ചിട്ടില്ല. ഞാൻ എക്സും മാറ്റി y ആക്കിയിട്ട്. ഓക്കെ, ഓക്കെ സ്റ്റുഡൻസ്, സോ ആ പ്രോഗ്രാം ഭാഗം അവിടെ നിൽക്കട്ടെ. നമുക്ക് മറ്റൊരു പ്രോഗ്രാം ഫംഗ്ഷൻ തന്നെ ഉപയോഗിച്ചിട്ട് ഞാനൊന്നിവിടെ കാണിച്ചിട്ടുണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ പ്രോഗ്രാം കൂടെ റൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഫാക്ടോറിയൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുക്കുവാണ്. ഓക്കെ, ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഓൾറെഡി മാത്സ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിൽ ഈ ഫാക്ടോറിയലൊക്കെ കാണാൻ പറ്റും. ഓക്കെ,
അതായത് നമുക്ക് ഇപ്പോൾ സ്ക്വയർ റൂട്ട് അങ്ങനെ മാത്തമാറ്റിക്സിലെ പല ഫങ്ഷൻസ് ഉണ്ട്, സൈന്, കോസ് അല്ലേ, അതൊക്കെ ഓൾറെഡി കണ്ടുവച്ചിട്ടുള്ള മൊഡ്യൂൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, എനിവേ നമ്മളിവിടെ എന്ത് ചെയ്യുവാണ്, എന്നാൽ പോലും നമ്മൾ ഫാക്ടോറിയൽ കാണാനുള്ള ഒരു പ്രോഗ്രാം. ഓക്കെ, നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, പ്രോഗ്രാമിന്റെ കോഡ് ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്കത് എന്താ നടക്കുക എന്നുള്ളത് പറയാൻ പറ്റുമെന്ന് നോക്കാം, എന്നിട്ട് പ്രോഗ്രാം റൺ ചെയ്യാം. ഓക്കെ, ആദ്യം ഞാൻ def ഫാക്ടോറിയൽ. യെസ്, രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുന്നു. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന കീവേഡാണ് def അല്ലേ. അടുത്തത് ഫാക്ടോറിയൽ n, ഫാക്ടോറിയൽ ഓഫ് n, അതായത് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷന്റെ പേരാണ് ഫാക്ടോറിയൽ ബൈ യൂസിങ് ദി വേരിയബിൾ n എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സിംഗിൾ വേരിയബിൾ ആണ് ഇവിടെ, n മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ. ഇനി ആ ഫംഗ്ഷന്റെ ഉള്ളിൽ ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു കമന്റ് കാണാം, എ റിക്കർസീവ് ഫംഗ്ഷൻ അല്ലെ. ഏഷട്ട് എഴുതിക്കാൻ അത് കമന്റ് ആണ്, അത് പ്രോഗ്രാമിൽ റീഡ് ആവില്ല. ഓക്കെ, അത് എന്താണ് റിക്കർസീവ് എന്നുള്ളതാ, ഈ വാക്കിന്റെ ഈ റിക്കർസീവിന്റെ അർത്ഥം എന്താണെന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, തൽക്കാലം അത് ശ്രദ്ധിക്കേണ്ട ആരും. ഇവിടെ ഞാൻ പറഞ്ഞു നോക്കുക, എന്താണ് ആ ഫംഗ്ഷൻ എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇഫ് n ഈക്വൽ ടു 0, ഇത് 2 ഈക്വൽ ടു അറിയാണ്ട് അടിച്ചു പോയതല്ല, വീണ്ടും പറയുന്നു, ഇത് n-ന്റെ വാല്യൂ 0 ആണെങ്കിൽ. ഓക്കെ, ഇഫ് n ഈക്വൽ ടു 0 എന്ത് ചെയ്യണം, റിട്ടേൺ 1. എന്ത് റിട്ടേൺ ചെയ്യണം ഫംഗ്ഷൻ, 1 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യണം. ഇനി n-ന്റെ വാല്യൂ 0 അല്ലെങ്കിൽ, n ഈക്വൽ ടു 0 ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യണം, n ഇൻറ്റു ഫാക്ടോറിയൽ n-1. അഗൈൻ സി, ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷനാണ്. അപ്പോ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ അതേ ഫംഗ്ഷൻ ഞാൻ വീണ്ടും കോൾ ചെയ്തിരിക്കുന്നു അല്ലേ. അതാണ് ഈ റിക്കർസീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും റിക്കർസീവ്ലി ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും കോൾ ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഫാക്ടോറിയൽ ഓഫ് n എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും അതേ ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്തുകൊണ്ടാണ് അതിനെ റിക്കർസീവ് അല്ലേ, ഇതൊരു റിക്കർസീവ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ കാരണം അതാണ്. എക്സാമിന് 2-3 മാർക്കിന് ചോദിച്ചാൽ എഴുതാൻ പറ്റണം. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും. ക്ലിയർ. സോ റിട്ടേൺ n ഇൻറ്റു ഫാക്ടോറിയൽ n-1. നമുക്ക് ഞാൻ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ, അല്ലെങ്കിൽ ഇവിടെ പ്രിന്റ് ഫാക്ടോറിയൽ 10 ഉള്ളത്, ഞാൻ അതിന് പകരം ഇപ്പൊ 10 ഒരു വലിയ സംഖ്യയാണ്, നമുക്ക് അതിൻ്റെ 4 ആക്കാം. ഓക്കെ, പ്രിന്റ് ഇവിടെ ഫാക്ടോറിയൽ 4 എന്നാ ഉള്ളത് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ വർക്ക് ആവുന്നത് എന്നുള്ളത്. അപ്പോൾ പ്രിന്റ് ഫാക്ടോറിയൽ 4 എന്നാണ്. അപ്പോൾ നമ്മൾ നേരെ ഫംഗ്ഷനിലേക്ക് വരും. ഇവിടെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്തു, ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു അല്ലേ. വിത്ത് എത്ര വാല്യൂ, 4. വേരിയബിളിന് എത്ര കൊടുക്കണം, 4 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മുടെ ഫംഗ്ഷനിലേക്ക് പോവാം. എന്താ സംഭവിക്കാൻ നോക്കണ്ടേ, എന്താണ് ഫാക്ടോറിയൽ n, എൻ്റെ സ്ഥാനത്ത് 4 ആണ് വാല്യൂ, 4 ആണ് വാല്യൂ. അപ്പോൾ ഫംഗ്ഷൻ റൺ ആവുന്നു. ഇഫ് n ഈക്വൽ ടു 0, എൻ്റെ സ്ഥാനത്ത് എത്ര വാല്യൂ, 4 ആണ്. 4 ഈക്വൽ ടു 0 ആണോ, 4 0 ആണോ, അല്ലല്ലോ. അപ്പോൾ നേരെ എൽസിലേക്ക് വരും. 4 0 അല്ലാത്തതുകൊണ്ട്, 4 ഈക്വൽ ടു 0 അല്ലാത്തതുകൊണ്ട് എൽസ്. റിട്ടേൺ n ഇൻറ്റു എന്ന് പറഞ്ഞ എത്രയാ, ഞാനിവിടെ എഴുതാം 4 ഇൻറ്റു ഫാക്ടോറിയൽ n-1 അല്ലേ. ഫാക്ടോറിയൽ n-1 എന്ന് പറഞ്ഞാൽ n എത്രയാ, 4 ആണ്. അപ്പൊ ഫാക്ടോറിയൽ എത്രയായി, 3. n-1 4 - 1 3 അല്ലേ, ഫാക്ടോറിയൽ 3. അപ്പൊ നേരെ വീണ്ടും നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫംഗ്ഷനെ കോൾ ചെയ്തില്ലേ, അപ്പൊ ഫംഗ്ഷനിലേക്ക് വരും അല്ലേ. ഇപ്പൊ എത്രയാണ് എൻ്റെ വാല്യൂ, n-1 ആ, 4 - 1 3 ആ. അപ്പൊ ഫാക്ടോറിയൽ 3 ആണ്. ചെക്ക് ചെയ്യുന്നു. ഇഫ് 3 ഈക്വൽ ടു 0 ആണോ, അല്ല. അപ്പൊ എൽസിലേക്ക് വരും. റിട്ടേൺ n ഇൻറ്റു ഫാക്ടോറിയൽ n-1 ആ. റിട്ടേൺ n ഇൻറ്റു എന്ന് പറഞ്ഞ എത്രയാ, ഇപ്പൊ 3 ആണ്. അപ്പോ 3 ഇൻറ്റു ഫാക്ടോറിയൽ n-1. 3 - 1 എന്തായി, അപ്പൊ ഇവിടെ 3 മാറി. ഇനിയിപ്പോ എന്താ വരിക, 3 1 പോയാൽ അടുത്തത് 2 ആണ്. അപ്പൊ ഇവിടെ 2 ഫാക്ടോറിയൽ 2. അപ്പോൾ നേരെ ഫംഗ്ഷനിലേക്ക് ഫാക്ടോറിയൽ, ഇവിടെ എന്തായി, ഇത് മാറി 2 ആയി.
ഓക്കെ. ഇഫ് 2 = 0 റോങ് ആണ്. എൽസ് റിട്ടേൺ 2 into. അപ്പോൾ ഇവിടെ 2 into. ഓക്കെ. 2 - 1 എന്തായി? 1 ആയി. നേരെ ഫാക്ടോറിയൽ 2 മാറി 1. 1 = 0 ആണോ? അല്ല. അപ്പോൾ റിട്ടേൺ എൽസിലേക്ക് വരും. റിട്ടേൺ 1 into. ഓക്കെ. അടുത്തത് ഫാക്ടോറിയൽ 1 - 1 0 ആണ്. അടുത്ത ഫാക്ടോറിയൽ 1 മാറി 0 ആയി. ഇഫ് n = 0 0 = 0 ആണല്ലോ. അതുകൊണ്ട് റിട്ടേൺ 1. ഓക്കെ. അപ്പോൾ ഇവിടെ 1 വരും. ക്ലിയർ അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു നോക്കുങ്ങൾ 1 into 2 into 3 into 4 എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കത്? 4 ഫാക്ടോറിയൽ അല്ലേ? അല്ലേ? അപ്പോൾ ഫാക്ടോറിയൽ 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്താ കിട്ടുക? 4 ഫാക്ടോറിയലിന്റെ റിസൾട്ട് ഈക്വൽ ടു എത്രയാണ്? നോക്ക് 2 23 6 24 24 റിസൾട്ട് കിട്ടും. ഓക്കെ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ റിക്കർസീവ്ലി ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? കോൾ ചെയ്യുന്നു. ആ ഫംഗ്ഷന്റെ ഉള്ളിൽ വീണ്ടും ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? വരുന്നു. ക്ലിയർ അല്ലേ? ഇവിടെ ഇതാ ഈ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഉള്ളിൽ വരുന്ന കോഡാണ് ഇത്രയും ഭാഗം അല്ലേ? അതിനുള്ളിൽ തന്നെ വീണ്ടും ഫാക്ടോറിയൽ നിന്ന് ആ ഫംഗ്ഷനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോൾ ചെയ്യുന്നു. ക്ലിയർ? സോ നമുക്ക് ഇതെങ്ങനെ ഇത് റൺ ചെയ്താൽ റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ കൊണ്ട് ഇവിടെ പറഞ്ഞ പ്രകാരം എന്താണ് കിട്ടുന്നുണ്ട് അല്ലേ? 4 ഫാക്ടോറിയൽ 24 കിട്ടുന്നുണ്ട്. നമുക്കിനി അത് റൺ ആവുമെന്ന് ചെക്ക് ചെയ്യാം. സോ ബാക്ക് ടു പ്രോഗ്രാംസ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത പ്രോഗ്രാം നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് വെക്കാം. ഞാൻ ഒരു ഹെഡിങ് കൊടുക്കുന്നു, ഫംഗ്ഷൻ. ഓക്കെ. ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താ കാണുന്നത്? ഫാക്ടോറിയൽ. ഓക്കെ. ഫാക്ടോറിയൽ. യെസ്. എന്ന് നോക്കിക്കോളൂ. നമ്മൾ ആദ്യം തന്നെ ആ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഡിഫൈൻ എന്താണ്? പേര് ഫാക്ടോറിയൽ. നിങ്ങൾക്ക് ഇത്രയും വലിയ പേര് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ജസ്റ്റ് FC അല്ലെ F എന്തായാലും മതി. പേര് നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ. ഈ DF എന്നുള്ളത് കീവേഡ് ആണ്, നിങ്ങളുടെ ചോയ്സ് അല്ല. നിങ്ങൾക്ക് DFന് എന്താണ് വേറെ ഏതെങ്കിലും വാക്കുകൾ അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിനുള്ള പൈത്തണിലെ കീവേഡ് ആണ്. കീവേഡ്സ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? അത് അതേപോലെ ടൈപ്പ് ചെയ്യണം. പകരം ഇവിടെ ഫാക്ടോറിയൽ എന്ന് കാണുന്നുണ്ട്, അത് ഫംഗ്ഷന്റെ പേരാണ്. ഫംഗ്ഷൻ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അതിനെ ഇഷ്ടമുള്ള പേര് വിളിക്കാമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. ഞാൻ ഫാക്ടോറിയൽ എന്ന് വിളിക്കുന്നു. നേരത്തെ CB എന്നാണ് വിളിച്ചത്, ഓർമ്മയുണ്ടോ? ക്യൂബ് കണ്ടത്. ഇവിടെ നിങ്ങൾക്ക് വേണേൽ F എന്ന് വിളിക്കായിരുന്നു. തൽക്കാലം ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഫാക്ടോറിയൽ തന്നെ വിളിക്കുന്നു. ഓക്കെ. ഉപയോഗിക്കുന്ന വേരിയബിൾ നമ്മൾ ഏതായിരുന്നു? N എന്നല്ല ഉപയോഗിച്ചത്. യു ക്യാൻ യൂസ് അതർ വേരിയബിൾ ഓൾസോ. ഓക്കെ. നേരത്തെ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ N ആയിരുന്നു പ്രോഗ്രാമിലുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ N ഉപയോഗിക്കുന്നത്. കോളൻ എൻ്റർ. ഇനി എന്താണ്? നമ്മൾ ഇഫ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അല്ലേ? ഇഫ് എന്താണ്? N വേരിയബിൾ N ആയതുകൊണ്ട് താഴെ N ഉപയോഗിക്കണേ. N = 0. N 0 ആണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യണം? RETU. യെസ്. റിട്ടേൺ എന്താ റിട്ടേൺ ചെയ്യണ്ടേ? 1. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് തന്നെ 0 ആയി അടിക്കുന്നത്. അപ്പൊ ഫാക്ടോറിയൽ 0 ഫാക്ടോറിയൽ 1 അല്ലേ? അപ്പൊ 1 കിട്ടും. ഓക്കെ. യെസ്. റിട്ടേൺ 1. എൽസ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെയാണ് നമ്മൾ ഫംഗ്ഷനെ റിക്കർസീവ്ലി, ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷനെ റിക്കർസീവ്ലി വീണ്ടും യൂസ് ചെയ്യാൻ പോകുന്നത്. എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? റിട്ടേൺ ഇനിയാണ് ശ്രദ്ധിക്കണ്ടേ. N ആണ് വേരിയബിൾ. N into നമ്മൾ ആ ഫംഗ്ഷനെ വീണ്ടും വിളിക്കുന്നു. ഫാക്ടോറിയൽ. പക്ഷെ ഇപ്രാവശ്യം Nന് പകരം എന്തുപയോഗിക്കണം? ഒന്ന് കുറക്കണം. N-1. ഓക്കെ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. N-1. ഓക്കെ. എൻ്റർ. ഞാൻ ഇപ്പോൾ എൻ്റർ അടിച്ചിട്ട് വന്നിരിക്കുന്നത് ഈ DEFന് ഉള്ളിൽ തന്നെയാണ്. അതായത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഉള്ളിലാണ്. അതിപ്പോൾ ഈ കേഴ്സർ ഉള്ളത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത പാർട്ടിലാണ്. നമുക്കിത് പ്രിന്റ് ചെയ്യേണ്ടത് ഫംഗ്ഷന് പുറത്താണ്. അതുകൊണ്ട് ബാക്ക് സ്പേസ് അടിച്ചിട്ട് യെസ്, ഫംഗ്ഷന്റെ പുറത്തെത്തി. ഓക്കെ. നിങ്ങൾക്ക് എൻ്റർ അടിച്ചിട്ട് അതിനെ മാത്രം ഒരു സെക്ഷൻ ആയിട്ട് വെക്കാം. ഓക്കെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പ്രിന്റ് സ്പെല്ലിംഗ് തെറ്റിപ്പോരുതേ.
മേലെ കൊടുത്ത സ്പെല്ലിംഗ് എന്താണ് അത് തന്നെയായിരിക്കണം ഇവിടെ വരേണ്ടതും ഇവിടെ വരേണ്ടതും. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന പേരാണല്ലോ, അതുകൊണ്ട് കൃത്യമായിട്ട് സ്പെല്ലിംഗ് തെറ്റാതെ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഫാക്റ്റ് എന്ന് ഉപയോഗിക്കായിരുന്നു, അത് തെറ്റാണ്ട് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഫാക്ടോറിയൽ നമ്മൾ 4 അല്ലേ, 4 കാണുന്നു. ഓക്കെ, ക്ലിയർ. നമുക്കിത് സേവ് ചെയ്തിട്ട് റൺ ചെയ്യാം. അപ്പോൾ ഈ പ്രിന്റിന്റെ ഉള്ളിലാണ് ഞാൻ ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫംഗ്ഷന്റെ ഉള്ളിൽ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്, അതാണ് റിക്കർസീവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. സോ അടുത്ത സ്റ്റെപ്പ് എന്താ, ഇത് സേവ് ചെയ്യണം. കൺട്രോൾ എസ് അടിക്കുന്നു, ഫംഗ്ഷൻ ഫാക്ടോറിയൽ FNFACT അടിക്കുന്നു. ഓക്കെ, ഇഷ്ടമുള്ള പേര് കൊടുക്കാല്ലേ, .py. കോളേജിൽ നിന്നൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. സേവ് ചെയ്തു. ഇനി F5 അടിച്ച് റൺ ചെയ്യുന്നു. ഇവിടെ ഇൻപുട്ട് ഒന്നുമില്ല, ജസ്റ്റ് പ്രിന്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. പ്രിന്റായി. എന്താ പ്രിന്റായത് ഞാൻ കാണിക്കാം. ഇനി ഇങ്ങോട്ട് വെച്ചിട്ട് യെസ്, ഫാക്ടോറിയൽ 4. 4ന്റെ ഫാക്ടോറിയൽ എത്രയാ? 24 ആണ്. ഇതാ പ്രിന്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ 0 അടിച്ചു നോക്കാം. സോറി, ഇവിടെ മാറ്റിയില്ലല്ലോ. ഫാക്ടോറിയൽ 0. ഓക്കെ, കൺട്രോൾ സേവ് അടിക്കുന്നു, F അടിക്കുന്നു. 1 കണ്ടില്ലേ? 1 കണ്ടില്ലേ? ഇപ്പുറത്ത് ഷെല്ല് നോക്കുക, 1 കണ്ടില്ലേ? ഓക്കെ, 0 ഫാക്ടോറിയൽ 1 ആണ്. ക്ലിയർ. ഇങ്ങനെയാണ് ഫാക്ടോറിയൽ വർക്ക് ആവുന്നത്. ക്ലിയർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻപുട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, അത് നിങ്ങൾ കൊടുക്കുന്ന വാല്യൂന. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുക? ഇൻപുട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുക നോക്കിക്കോളൂ. പ്രോഗ്രാമിലേക്ക് നോക്കാം. നമുക്കിത് ക്ലോസ് ആയി കളയാം. ഓക്കെ, ഞാൻ വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നത് ഒരു A എന്ന് പറയുന്ന വേരിയബിളിലാണ്. ഇൻറ്റ് ഇൻപുട്ട് നമ്പർ. ഓക്കെ, 2 ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നുണ്ട്, 2 ബ്രാക്കറ്റ് ക്ലോസ് ആക്കണം. ഓക്കെ, അപ്പൊ എയിലേക്കാണ് വാല്യൂ. നിങ്ങൾ ഫാക്ടോറിയൽ കാണേണ്ട വാല്യൂ നിങ്ങളിപ്പോൾ കോൾ ചെയ്തിരിക്കുന്നത്, സ്റ്റോർ ചെയ്തിരിക്കുന്നത് എയിലാണ്. അപ്പൊ ഇവിടെ ഫാക്ടോറിയൽ 0 അല്ലെങ്കിൽ 10, 4 എന്നൊക്കെ കൊടുക്കുന്നവർക്ക് എന്താക്കണം? എ ആക്കണം. എയിലുള്ള വാല്യൂ എത്രയാണോ അതിന്റെ ഫാക്ടോറിയൽ ആകേണ്ടത് അല്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് സേവ് അടിക്കാം, എന്നിട്ട് F5 അടിച്ച് റൺ ചെയ്യാം. എൻ്റർ നമ്പർ. ഞാൻ 10ന്റെ ഫാക്ടോറിയലാണ് കാണുന്നത്. ഓക്കെ, അതിപ്പോൾ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് സംശയം ഉണ്ടാവും അല്ലേ? നമുക്ക് അറിയുന്നൊരു നമ്പർ കൊടുക്കാം. 4 കൊടുക്കാം. എത്ര? 24 അല്ലേ? 24. കണ്ടോ, എൻ്റർ നമ്പർ 4 കൊടുത്തു, 24. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്പറിൻ്റെത് ഫാക്ടോറിയൽ കാണുന്ന വിധത്തിൽ പ്രോഗ്രാമിനെ നമ്മൾ മാറ്റി. ഓക്കെ, അതാണ് നിങ്ങൾക്ക് വേണ്ട കഴിവ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ഇതിനെ സ്റ്റൈലാക്കാൻ വേണ്ടി, പ്രിന്റ് വരുന്നത് ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഫാക്ടോറിയൽ ഫാക്ടോറിയൽ എന്ന് വേണ്ട, നമുക്ക് ഫാക്ടോറിയലിന്റെ ചിഹ്നം എന്താ? നമുക്ക് എക്സ്ക്ലമേഷൻ മാർക്ക് പോലെ നമ്മൾ ഉപയോഗിക്കാറില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ രീതി ചെയ്യാം. ഏതാ നമ്പർ? A ആണ്. A, യെസ്, സോറി, കൊട്ടേഷൻ ക്ലോസ് ചെയ്തില്ല. ഓക്കെ, നമുക്ക് ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ നമ്പർ ഒരു 3. 3യുടെ ഫാക്ടോറിയൽ 6 ആണ്. 3 ഫാക്ടോറിയൽ 6. ഒരു ഈക്വൽ ടു വന്നില്ല. അതെവിടെ വരണം എന്ന് പറഞ്ഞാൽ ഇവിടെ. ഓക്കെ, ഇനി നോക്കിക്കോളെ. കൺട്രോൾ എസ്, സേവ് അടിച്ചു, F5 അടിച്ചു. 3 തന്നെ കൊടുക്കാം. ഓക്കെ, 3 ഫാക്ടോറിയൽ ഈക്വൽ ടു 6. ഓക്കെ, അതൊന്നുമില്ല, ആ പ്രിന്റിംഗ് ഒന്ന് എനിക്കിഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റി, അത്രയേ ഉള്ളൂ. ക്ലിയർ, ഫൈൻ. അപ്പോൾ ഇതാണ് ഫാക്ടോറിയൽ കാണാനുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോഗ്രാം. അപ്പോൾ എങ്ങനെയാണ് ഫംഗ്ഷൻ, എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ?
ഞാനിവിടെ ഒറ്റ വേരിയബിൾ ഉപയോഗിച്ചിട്ടുള്ളൂ. 2 വരുന്നുണ്ടെങ്കിൽ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യണം. ആ 2 വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും ഇതിനുള്ളിൽ. ഓക്കെ, ഇപ്പൊ സം ആണെങ്കിൽ 2 വേരിയബിൾ വരുമല്ലോ. അപ്പൊ നിങ്ങൾ ഇവിടെ സം എ കോമ ബി റിട്ടേൺ എ പ്ലസ് ബി, ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സം കാണാനുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് മൊഡ്യൂളുകളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ അതുവരേക്കും ഈ പ്രോഗ്രാമൊക്കെ ചെയ്ത് തറവാക്കുക. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.